ഹലോ മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും, എക്സാമിനറിൻ്റെ ബാച്ച് ഉണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചാണ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് തന്നെ അല്ലേ, കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. എങ്കിലും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ എന്തിനാണ് ഞാൻ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്? ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, കുറച്ച് കാരണങ്ങൾ പറഞ്ഞുതരും. അതിലൊരു 1, 2, 3, 4, 5, 6, 7, 8 കാരണങ്ങളിൽ 6 എണ്ണത്തിനെങ്കിലും നിങ്ങൾക്ക് ടിക്ക് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബാച്ച് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വളരെയധികം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ 6 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്തിനാണ് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് കാരണം, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവർ ക്ലാസ്സസ്. നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറുടെ യൂട്യൂബ് ചാനൽ എടുക്കുന്ന ടീച്ചേഴ്സ് ഓൾറെഡി നിങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ്. എത്രയോ നാളായിട്ട് ലൈവ് ക്ലാസ്സും വീഡിയോസിലൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടാം, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു റോങ് ഇടാം. ഓക്കെ, അവരുടെ ക്ലാസ് ആലോചിച്ചു, നിങ്ങൾ ഓൾറെഡി പഠിപ്പിക്കും ടീച്ചേഴ്സ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ കാര്യം. ഓക്കെ, കാരണം അവരായിരിക്കും നിങ്ങളെ നെക്സ്റ്റ് ഇയർ ബാച്ചിൽ പഠിപ്പിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, യു ലൈക്ക് ആ ടീച്ചേഴ്സ്. ക്ലാസ് മനസ്സിലായാൽ മാത്രം പോരല്ലോ, ഒരു ഇഷ്ടവും തോന്നണ്ടേ. കാരണം ഒരു വർഷം ഒരു ടീച്ചറിൻ്റെ കൂടെ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് കേട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം പോരാ, അവരോട് എന്തെങ്കിലും ഒരു വൈബ് ഫീൽ ചെയ്യണം, ഒരു കണക്ഷൻ എങ്കിലും ഫീൽ ചെയ്യണം അല്ലേ. ആ കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സിൻ്റെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരോടും നിങ്ങൾ ഒരേപോലെ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ മിക്ക ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ, ഒരു വൈബൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ റോങ് ഇടുക. യുവർ ഡ്രീം ഇസ് എ ഫുൾ A+. നെക്സ്റ്റ് ഇയർ ഇപ്പം ഓരോ ക്ലാസ്സിനനുസരിച്ച് മാറും. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, നെക്സ്റ്റ് ഇയർ ഫുൾ A+ൻ്റെ കാര്യം വിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ സന്തോഷിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എപ്പോൾ കിട്ടുമ്പോഴും നിങ്ങളുടെ പേരൻസിന് എന്താണ് വലിയ സന്തോഷമാണ്. മാത്രമല്ല, പേരൻസിന് വലിയ സന്തോഷത്തിനേക്കാൾ ഉപരി ഒരു സമാധാനമാണ്. അല്ലെ, നിങ്ങൾ നന്നായിട്ട് സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് അല്ലേ, അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ ആ ഒരു സമാധാനം നിങ്ങൾക്ക് പേരൻസിന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമുക്കൊന്നാണ് രസമല്ലേ, നല്ല മാർക്ക് കിട്ടുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയാം അടിപൊളി, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയാം അടിപൊളി എന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. അതിലൊരു സംശയമില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും ഏറ്റവും കൂടുതൽ കുട്ടികളും പഠിക്കുന്ന ബാച്ചാണ്. അത്രയും നല്ല ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ടിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കുക. പരീക്ഷയിൽ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലാത്ത പരീക്ഷ ആയിക്കോട്ടെ, ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിൽ ടിക്കിടുക. നെക്സ്റ്റ്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സോ റെക്കോർഡ് ക്ലാസ്സോ മാത്രം പോരാ, രണ്ടും വേണം. കാരണം എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ രീതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ മാത്രം ക്ലാസ് എടുക്കില്ല. കാരണം അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ലൈവ് ക്ലാസ് നിങ്ങളുടെ സൗകര്യത്തിനായിരിക്കില്ല സമയം ഉണ്ടാകാൻ പോകുന്നത്. ലൈവ് ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറേ പേരൊക്കെ കാണുമ്പോൾ എന്താണ് ലൈവ് ക്ലാസ്സിൻ്റെ അത് കുറേ പരിമിതികളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റെക്കോർഡ് ക്ലാസ്സിലാണ് ക്ലാസ് തരാൻ പോകുന്നത്. എങ്കിലും അത് റെക്കോർഡ് ക്ലാസ് മാത്രമാണ്, അതും പ്രശ്നമാണ്. കാരണം നിങ്ങൾ പഠിക്കില്ല സ്വന്തമായിട്ട്, നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലൈവ് ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും മെൻറ്റി ക്വിസും അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈവ് ക്ലാസ്സിൽ നടക്കുക. അപ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്ക് ഇടാം. അടുത്തത്, യു വാണ്ട് ഫ്രീ ബുക്സ്. നിങ്ങൾക്കറിയാം എക്സാമിനറിൻ്റെ എല്ലാ ബാച്ചിലും, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന ബാച്ചിൽ ഫ്രീ ബുക്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എക്സാമിനറിൻ്റെ കേരളത്തിലെ എല്ലാ മക്കളും പഠിക്കുന്ന എക്സാമിനറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ബുക്സ് PDF അല്ല, ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഫ്രീ ആയിട്ട് കിട്ടും, നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പം നിങ്ങൾക്ക് വെറുതെ കഷ്ടപ്പെട്ട് ബുക്ക് സ്റ്റോളിലൊക്കെ പോയിട്ട് എക്സ്ട്രാ ബുക്സൊക്കെ പോയി വാങ്ങി വെറുതെ പൈസ കളയാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബാച്ചിൽ കിട്ടും. സോ അതൊരു നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ വേണം. വീണ്ടും എൻ്റെ പേരൻസിനെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, ബുക്സ് വാങ്ങാൻ വേണ്ടി പൈസ വേസ്റ്റ് ആയി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ടിക്ക് ഇടാം. നെക്സ്റ്റ് കാര്യം, യു ലൈക്ക് എക്സ്പെരിമെൻറ്റ് ഓറിയൻറ്റഡ് ലേണിംഗ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ, നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിങ്ങൾ അങ്ങനെ നോക്കണ്ട. കാരണം യൂട്യൂബ് ക്ലാസ് കുറച്ചുകൂടി എക്സാമിൻ്റെ സമയത്തുള്ള ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സാമിനെ ഫോക്കസ് ചെയ്യുക. പക്ഷേ എക്സാം ഇല്ലാത്ത സമയത്ത്, അതായത് നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ആദ്യം മുതൽ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ്, റിയൽ ലൈഫ് എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയ രീതിയിലായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ പഠിപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല, അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. എങ്കിലും നിങ്ങളൊരു ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന കാര്യം ആക്ച്വൽ റിയൽ ആയിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ടീച്ചർ എന്ത് ചെയ്യും, അത് പുറത്തെ ഒരു എക്സ്പെരിമെൻറ്റോ അല്ല ആ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് രസകരമായിട്ട് പഠിപ്പിച്ചിരും. അപ്പം നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ സയൻസും മാത്സും പഠിച്ചാൽ പോരാ, കുറച്ച് രസകരമായിട്ട് പഠിക്കണം, റിയൽ ലൈഫായിട്ട് ഒരു കണക്ഷൻ തോന്നി പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടുക. കാരണം എക്സാമിനർ അങ്ങനെ ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കാര്യം, യു വാണ്ട് എൻ അഫോർഡബിൾ കോഴ്സ്. നിങ്ങൾക്കറിയാം എക്സാമിനറുടെ ബാച്ച് വളരെ ഫീസ് കുറഞ്ഞുള്ള ബാച്ചാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും
കുറഞ്ഞ ഫീസ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ബാച്ചാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. സോ പൈസ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ടിക്ക് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ 30,000 40,000 ഒക്കെ ഓരോ പ്ലാറ്റ്ഫോംസ് കോഴ്സ് റൺ ചെയ്യും. പക്ഷേ മിക്ക സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ അതൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അവർ പഴയ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സൊക്കെ എടുത്ത് തരികയാണ് ചെയ്യുക. എക്സാമിനർ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ആയിരിക്കും, എങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ പൈസ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടിക്ക് ഇടുക. ലാസ്റ്റ് കാര്യം, യു വോണ്ട് ടു ലേൺ ഫാസ്റ്റ്. പലപ്പോഴും കുറേ കുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം, എപ്പോഴും എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് എടുക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചത് കാര്യമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും എന്തിനാണ് നിങ്ങൾ എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും കേട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് റൈറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലായെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റാക്കി 2x ഇട്ട് കാണാം. അതൊക്കെ നമ്മുടെ ആപ്പിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോപ്പറായിട്ടൊരു ആപ്പ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ പഠിക്കാം. ഓക്കെ, വേറെ ആരുടെയോ കുട്ടിയുടെ സ്പീഡല്ല, നിങ്ങൾ നിങ്ങളുടെ സ്പീഡിൽ പഠിക്കാം. ഇനി നിങ്ങൾക്ക് നേരെ തിരിച്ചാണ്, സാർ എനിക്ക് ഇങ്ങനെ സ്പീഡിൽ പഠിക്കാൻ പറ്റും, എനിക്ക് മെല്ലെ പഠിക്കാൻ പറ്റുള്ളൂ, ലൈവ് ക്ലാസ്സിലൊക്കെ ഞാൻ ബാക്കിലിരുന്നാൽ കാണാം, ബാക്ക് അടിച്ചാൽ കാണാം. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. നമ്മുടെ ആപ്പിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബുക്കിലൊക്കെ എഴുതി നോക്കുക, ചിന്തിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ പഠിക്കാം. അപ്പോൾ യു വോണ്ട് ടു ലേൺ ഫാസ്റ്റ് വരാം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ യു വോണ്ട് ടു ലേൺ അറ്റ് യുവർ ഓൺ പേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിനർ ആപ്പ് ഉള്ളത്. അപ്പോൾ ആ ഒരു സൗകര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ടിക്ക് ഇടാം. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാത്തിലും ടിക്ക് ഇട്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു 8 ബോക്സസിൽ ഒരു 6 ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വളരെയധികം നിങ്ങളത് എൻജോയും ചെയ്യും. കാരണം അത്രയും നിങ്ങൾ തന്നെ തീരുമാനിച്ച കാര്യമാണത്. ഇനി അതിൽ 5 ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, 5 താഴെയാണെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇയർ നമുക്ക് ബാച്ചിൽ കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് പഠിക്കാൻ നമുക്ക്. ബൈ ആൻഡ് ടേക്ക് കെയർ.